അതെ, ഞാൻ പറഞ്ഞില്ലേ നമ്മള് വീട് മാറുന്ന കാര്യം. നിങ്ങൾ അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ. ആ അവള് പിന്നെയും തുടങ്ങിയല്ലോ. മാറാം മാറാം, വേറെ പോവാം, പേക്രോം 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 പേക്രോം. തവള കരയുന്ന പോലെ കരയാൻ തുടങ്ങിയല്ലോ. തമാശിക്കാൻ പറഞ്ഞതല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. നിങ്ങളുടെ അനിയന്റെ കല്യാണം കഴിഞ്ഞു, അതറിയാമോ? ആ അതറിയാം. രണ്ടുപേരും കൂടെ ഒരു വീട്ടിൽ താമസിക്കാനാണോ പ്ലാൻ? എന്നായാലും വീട് മാറണം. അത് ഇച്ചിരി നേരത്തെ മാറണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. എടി അതിന് ഒരുപാട് കാശ് വേണ്ടേ? ഇപ്പൊ ഞാൻ കൂട്ടിയാൽ കൂടൂലെന്നേ. അമ്മയോട് പറ നമ്മുടെ ഷെയറിങ് തരാൻ പറ. നീ എന്ന് മിണ്ടാണ്ട് പോയിക്കേ. ഇപ്പോഴായിട്ടാണെങ്കിൽ എനിക്ക് നിങ്ങളുടെ കാര്യം ഒന്നും മര്യാദയ്ക്ക് നോക്കാൻ സമയം കിട്ടുന്നില്ല. അതിന്റെ കുറവ് നിങ്ങളെ കണ്ടാലും അറിയാം, ആകെ ക്ഷീണം പിടിച്ചു. അതിങ്ങനെ അടുക്കളയിൽ നിന്ന് ഇറങ്ങാൻ നേരം കിട്ടണ്ടേ? എന്തോരം അംഗങ്ങളാ ഇപ്പൊ വീട്ടില്, എത്ര പേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കിയാല്. ഉഫ്, ഞാൻ മടുത്തു. എനിക്കൊരു ക്ഷീണവും ഇല്ല. നീ അതും പറഞ്ഞിട്ട് വീട് മാറാന്ന് പറയാൻ നിൽക്കണ്ട. അതൊക്കെ സമയമാകുമ്പോ എന്തായാലും മാറി താമസിക്കും. സമയമില്ല, ഞാൻ ഇറങ്ങുവാ. ഓ, സമയം സമയം സമയം, ഈ സമയമാകുമ്പത്തേക്കും മൂക്കിൽ പല്ലും വരും, നല്ല പ്രായം കഴിയും. ശ്ശോ, എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണം, കണ്ടുപിടിച്ചേ മതിയാവും. ആ ഏട്ടത്തി, മീൻ കിട്ടി. ഞാൻ വിട്ട് റെഡിയാക്കാം കേട്ടോ. ആ, മീൻ വാങ്ങിയായിരുന്നോ? എന്ത് മീനാ വാങ്ങിയേ? അയലയാ വാങ്ങിയത്. ഓ, പ്രശോഭേട്ടന് ഇഷ്ടമില്ലാത്തോണ്ടായിരിക്കും അല്ലേ അയല വാങ്ങിയത്? അതെന്താ ഏട്ടത്തി അങ്ങനെ പറഞ്ഞത്? പിന്നെ എങ്ങനെയാ ഞാൻ പറയേണ്ടത്? നിനക്ക് നിന്റെ ഭർത്താവിന് ഇഷ്ടമുള്ള മീൻ വാങ്ങി. അല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യം ഇവിടെ ആര് നോക്കാൻ വേണ്ടിയിട്ടാ? എന്റെ കെട്ടിയാലും പിന്നെ കാശൊന്നും ഇല്ലല്ലോ, ചെറിയ ശമ്പളമുള്ള ജോലിയേ ഉള്ളൂ. അപ്പം നിനക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾ എങ്ങനെയാന്ന് വെച്ചാൽ മേടിക്കുവോ, നമ്മൾ പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാലോ. വലിയേട്ടത്തി എന്തൊക്കെയാ ഈ പറയുന്നേ? കുഞ്ഞേട്ടത്തി അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവൂല. ഓ, കുഞ്ഞുമോൾ ഇപ്പം ഇവരുടെ സൈഡാ അല്ലേ? പണ്ട് ഏട്ടത്തിന്നും പറഞ്ഞ് എന്റെ പുറകെ നിന്ന് മാറാതിരുന്ന കൊച്ചാ. ഇപ്പൊ പുതിയ ഏട്ടത്തിയെ കിട്ടിയപ്പോ ഈ ഏട്ടത്തി ഔട്ട്. ആയിക്കോട്ടെ. ഈ വലിയേട്ടത്തിക്ക് എന്താ പറ്റിയേ? എനിക്കറിയത്തില്ല. ആകെപ്പാടെ അവിടെ അയല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മത്തി തീരെ ചെറുതായോണ്ടാ ഞാൻ അയല വാങ്ങിയത്. ഏട്ടത്തിക്ക് ഇഷ്ടപ്പെട്ടില്ല അതോ? പിന്നെ ഏട്ടത്തി വിഷമിക്കൊന്നും വേണ്ട. ഇതെന്തെങ്കിലും ഏട്ടനോട് വഴക്കിട്ടിട്ടുണ്ടാവും, അതായിരിക്കും. ഞാനൊന്നും പറയാത്തയാണല്ലോ. സ്വർണ്ണ വില 55,127. എന്റെ ദൈവമേ, ഈ സ്വർണ്ണ വില ഇത് എങ്ങോട്ടാ ഈ കേറി കേറി പോകുന്നത്? ഈശോര, അടുത്ത മാസം അല്ലേ ആ വാസന്തിയുടെ മോളുടെ കല്യാണം. എന്റെ ദൈവമേ, ഈ കൂലിപ്പണി എടുത്ത് നടക്കുന്ന അവരെങ്ങനെ കെട്ടിക്കും ആ പെങ്കൊച്ചിനെ? ആ സ്വർണം കൊടുക്കാതെ കെട്ടിക്കട്ടെ. ഓ, ഇന്നമ്മ എനിക്ക് ഈ സാരി വേണ്ട. സാരി വേണ്ടേ? അതെന്നെ വേണ്ടാത്ത തന്നെ. ഓ, എനിക്ക് കരിനീല കളറും ഇളയ മരുമകൾക്ക് പിങ്ക് കളറും. എടി പെക്കോച്ച, രണ്ടുപേരും കൂടെ യൂണിഫോം ഇട്ട പോലെ ഒരേ കളർ സാരി നിൽക്കേണ്ട ഓർത്തിട്ടാണ് ഞാൻ രണ്ടും രണ്ട് കളർ വാങ്ങിയത്. ഓ, എന്നിട്ട് എനിക്കെന്താ അപ്പൊ പിങ്ക് കളർ തരാതിരുന്നത്? എനിക്ക് പിങ്ക് കളറാ ഇഷ്ടം. ഈ കരിനീല കളർ എനിക്ക് ചേരുവും കൂടി ഇല്ല. അതിന് ഞാനും കടയിൽ നിന്ന് രണ്ട് കളർ എടുത്തെങ്കിലും ഏത് കവറിനകത്ത് ഏത് കളറാണെന്ന് അമ്മയ്ക്ക് അറിയാൻ മേല. ഒരു കവർ അവളുടെ കയ്യിൽ കൊടുത്തു, ഒരു കവർ നിന്റെ കയ്യിൽ കൊടുത്തു. നീ ഇപ്പൊ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് നിന്റെ കയ്യിൽ നീല കളർ സാരിയാണ്. ഒരു കാര്യം ചെയ്യ്, ഞാൻ അവളോട് പറയാം, നിനക്ക് പിങ്ക് തരാൻ പറയാം. നിനക്ക് പിങ്കാ ഇഷ്ടം എന്ന് പറയാം. ഞാൻ അത്ര നാണം കെട്ടവളൊന്നും അല്ല അമ്മേ. അമ്മയെ ഇതും കൂടി ഇളയ മരുമോക്ക് കൊടുത്തേക്ക്, അവള് മാറി മാറി കൊടുത്തോളൂ. എന്റെ ദൈവമേ, എന്തൊരഹമ്മതി അത്! ഒരിക്കലും ഇല്ലാത്ത ഓരോരോ ചേഷ്ടകൾ. ഏട്ടത്തി ഇത് കണ്ടോ? ചിപ്പിമോള് കടിച്ചതാ. കുറുമ്പത്തി, അവൾക്ക് ഇപ്പൊ ഇത്തിരി കുറുമ്പ് കൂടുതലാ അങ്കൻവാടി പോകാൻ തുടങ്ങിയ പിന്നെ. നീ എന്റെ മോളോട് മിണ്ടണ്ട പോരെ. നീ അവളെ കളിപ്പിക്കാൻ നിൽക്കുന്നോണ്ടല്ലേ അവള് നിന്നോട് കൊഞ്ചാൻ വരുന്നത്. ഞാൻ അവളോട് പറഞ്ഞോളാം ഇനി നിന്നോട് മിണ്ടാൻ വരണ്ടാന്ന്. എന്റെ മോള് കുറുമ്പിയാ.
കേട്ടോ. ഏട്ടത്തി എന്തൊക്കെയാ പറയുന്നേ? ആ ഏട്ടത്തി തന്നെയാ. എനിക്ക് മനസ്സിലാവുന്നുണ്ട് എല്ലാവരുടെ മാറ്റമൊക്കെ. പിന്നെ ഞാനൊന്നും മിണ്ടാതെ പോകുന്നതാ. എന്റെ ഭർത്താവിന്റെ കയ്യിൽ കാശില്ലല്ലോ. കാശുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ നേരത്തെ തന്നെ മാറി താമസിച്ചാന്. കാശില്ലാത്തോണ്ടാ, ഒന്ന് ക്ഷമിക്ക്, ഞങ്ങൾ മാറി തന്നേക്കാം. എടാ മാനെ, നീ പോകാൻ ഇറങ്ങിയതാണോ? അതെ മേന. ആ ആ നീ അവിടെ നിന്ന് നിന്നേ. ആ അതെ, നിന്റെ ഷെയർ എത്രയാന്ന് വെച്ചാൽ അങ്ങ് എഴുതി തന്നേക്കാം. നീ എത്രയും പെട്ടെന്ന് എങ്ങോട്ടെന്ന് വെച്ചാൽ മാറി താമസിക്കാനുള്ള ഏർപ്പാട് ചെയ്യും. അതെന്നാ അമ്മേ, എന്തെങ്കിലും പ്രശ്നം? ആ തമ്മി തല്ലി പിരിയുന്നതിലും ഭേദം മോനെ സമാധാനമായിട്ട് മാറി താമസിക്കുന്നതാണെന്ന് അമ്മയ്ക്ക് തോന്നുന്നത്. എന്താ അമ്മേ, എന്നാ പ്രശ്നം എന്നാ? നിന്റെ ഭാര്യ, ഞാൻ ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഇപ്പൊ അങ്ങനെ പറയേണ്ടി വന്നു. ഇവിടെ ഒരാവശ്യമില്ലാതെ എല്ലാവരോടും വഴക്കിട്ടുകൊണ്ടിരിക്കുക. ഇത് ഞാൻ അറിയുന്നുണ്ട്. പിന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് വീട്ടിലെ സമാധാനം കളഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞ് ഞാൻ മിണ്ടാതിരുന്നതാ. പക്ഷെ ഇതിങ്ങനെ വിട്ടാൽ പറ്റിയല്ല. ഇത് നീ എന്നാണെങ്കിലും മാറി താമസിച്ചേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് വലിയ കലഹത്തിലോട്ടൊക്കെ മാറും ഇത്. എല്ലാം ഞാൻ സഹിച്ച് നിൽക്കുമായിരുന്നു. ഇപ്പൊ ആ കൊച്ചിനെ പോലും ഇവിടെ ആരെ കൊണ്ടും മിണ്ടിക്കുന്നില്ല. അതിനെ ആ മുറിക്കകത്ത് വെച്ചോണ്ടിരിക്കും ഏത് നേരം. ഇങ്ങനെ പോയാൽ ആ കൊച്ചിന്റെ ഭാവി എന്തായി തീരും? അതൊരു സമാധാനമുള്ളൊരു അന്തരീക്ഷത്തിൽ ആ കൊച്ചു വളർന്നു വരണ്ടേ. അപ്പൊ അതിനെയും കൂടെ ഓർത്തിട്ടാ ഞാൻ പറയുന്നേ, നീ എത്രയും പെട്ടെന്ന് നീ അതിനുള്ള ഏർപ്പാട് ചെയ്യും. എന്നാ ചെയ്യാനാമേ, കെട്ടിപ്പോയില്ലേ. അമ്മയ്ക്കറിയാടാ, സമയമാകുമ്പോ രണ്ടുപേരും രണ്ട് വീട്ടിലാ താമസിക്കണ്ടേന്നും പഴയ പോലെ കൂട്ടുകുടുംബമായിട്ടൊന്നും ജീവിക്കാൻ പറ്റിയാലെന്നൊക്കെ അമ്മയ്ക്ക് അറിയാം. അമ്മ തന്നെ ഒരു സമയമാകുമ്പോ അതിനുള്ള ഏർപ്പാടൊക്കെ ചെയ്യാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. അനിയന്റെ കല്യാണം ഇപ്പൊ കഴിഞ്ഞിട്ടെങ്കിൽ 2 മാസം ആയതല്ലേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾ മാറി താമസിക്കുമ്പോൾ നാട്ടുകാരെന്നതാ പറഞ്ഞുണ്ടാക്കാൻ പോകുന്നതെന്നൊക്കെ അമ്മയ്ക്ക് അറിയാം. പക്ഷെ എന്റെ മക്കള് തമ്മിലേ അടിച്ചു പിരിയുന്ന കാണാനുള്ള ശക്തി അമ്മയ്ക്കില്ല. അതുകൊണ്ടാ വിഷമത്തോടെ ആയാലേ അമ്മ ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നത്. നീ എന്നാന്ന് വെച്ചാൽ ഏർപ്പാടാക്ക്. ഇടിച്ചീട്ടിക്ക് വെക്കാൻ പൈസ എത്തൂല, എന്നാ ചെയ്യുക? ഈ എന്ത് ചെയ്യൂടി എന്ന് എന്നോട് ചോദിച്ചാൽ ഞാനിപ്പോ എന്ത് ചെയ്യാനാ? ഉള്ള സ്വർണ്ണം എല്ലാം കൊണ്ട് വിറ്റും പണയം വെച്ച് നശിപ്പിച്ചു കളഞ്ഞു. ഇനി ആകെ ഉള്ളത് ഈ കുഞ്ഞു മാലയും കമ്മലുവാ. അതുകൂടെ ഞാൻ തരൂല. അതെ, വളർന്നു വരുന്ന ഒരു പെങ്കൊച്ച, ആ ഓർമ്മ വേണം നിങ്ങൾക്ക്. ഓർമ്മ വേണം പോലും. നിന്നോട് ഞാൻ അന്നേരേ പറഞ്ഞതാ വീട് മാറി ഇപ്പം താമസിക്കണ്ടാന്ന്. വീട് മാറി താമസിച്ചിട്ടുള്ള സാധനങ്ങൾ മുഴുവൻ ഇൻസ്റ്റാൾമെൻറ്റിൽ എടുത്തിട്ട് കടം കയറി മുടിഞ്ഞിട്ടാ ഉള്ളത്. മനസമാധാനത്തോടെ ഇരുന്നിട്ട് എത്ര കാലമായി നിനക്കറിയാവോ? നിനക്കൊന്നും അറിയണ്ടല്ലോ. അത് വാങ്ങ് ഇത് വാങ്ങുന്ന പറഞ്ഞ് ബാക്കിയുള്ളൊരു സമാധാനം പോയി. ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. പ്രശോഭേട്ടൻ ഇതുവരെ എന്നോട് ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ലല്ലോ. ഇതൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും മനസമാധാനക്കേട് ഉണ്ടാകുമായിരുന്നു. എൻ്റെ ഒരു വിധി. എങ്ങോട്ടേലും ഒന്ന് ഇറങ്ങിപ്പോയാൽ മതി എന്നാ വിചാരിക്കുന്നത്. ഹലോ അമ്മ, ഞാനാ. ആ മനസ്സിലായി മോളെ. സുഖമല്ലേ നിങ്ങക്ക്? ഞങ്ങളുടെ ജീവിതം ആകെ കഷ്ടത്തിലാ അമ്മ. എന്റെ സ്വർണം എല്ലാം പോയി. വീട്ടിൽ നിന്ന് കിട്ടിയത് എല്ലാം തീർന്നു. ഇനി എങ്ങനെയാ മുന്നോട്ട് ജീവിക്കണ്ടേന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്നാ ചേട്ടൻ പറഞ്ഞ. അയ്യോ മോളെ, കരയാതെ. സ്വർഗം പോലുള്ള ആ വീട്ടിൽ നിന്ന് നിങ്ങളെല്ലാരെയും വിട്ട് വിഷമിപ്പിച്ച് ഇറക്കി പോകുന്നൊരു ദൈവം തന്ന ശിഷ്യ അമ്മ. മതി, നിർത്തിക്ക്. 3 പേരും കൂടെ നാളെ തന്നെ ഇങ്ങോട്ട് പോരും കേട്ടോ. അല്ലമ്മ, ഞങ്ങള് വന്നു കഴിഞ്ഞാ അനിയനും ഭാര്യയും ഒക്കെ എന്തു പറയും? നിനക്ക് അവരെ ഇപ്പോഴും മനസ്സിലാകാഞ്ഞിട്ടാ മോളെ. ഇവിടെ ഇവളെ എപ്പോഴും വഴക്കാ. ഏട്ടനെ ഇങ്ങോട്ട് വിളിക്കുന്നു പറഞ്ഞിട്ട്. അവനാണെങ്കിൽ എപ്പോഴും പറയും അവരെ വിളിക്കുന്നു. ഞാനാ പറഞ്ഞത് അവർക്ക് സ്വയം തോന്നിയിട്ട് പോരട്ടെ എന്ന്. അന്ന് ഇവിടുന്ന് പോയ പിന്നെ മോള് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ലല്ലോ. സാരമില്ല മോളെ, മാറി താമസിക്കുന്നതിനൊന്നും കുഴപ്പമില്ല.
മാറി താമസിക്കേണ്ടതുവാ. പക്ഷെ ഉണ്ടല്ലോ, ഒരു ഗ്രഹനാഥ എന്ന നിലയിൽ ഒരു കുടുംബം ഒറ്റയ്ക്ക് നടത്തിക്കൊണ്ട് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. വരവനുസരിച്ച് വേണം നമ്മൾ ചെലവ് ചെയ്യാൻ. ഇല്ലെങ്കിലുണ്ടല്ലോ കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കൂല. മോക്ക് ഒരു കുടുംബം ഒറ്റയ്ക്ക് നടത്തിക്കൊണ്ട് പോകാനുള്ളൊരു കഴിവുണ്ടെന്ന് അമ്മയ്ക്ക് തോന്നട്ടെ. അതിനൊരുപാട് പഠിക്കാനുണ്ട് കേട്ടോ. അന്നേരം മാറി താമസിക്കാം. ഇപ്പൊ തൽക്കാലം ഇങ്ങോട്ട് പോരെ. ഇവിടെ ഉള്ളതേ നിങ്ങളുടെ അമ്മയും നിങ്ങളുടെ അനിയനുമാ, അനിയത്തിയുമാ കേട്ടോ. ഇങ്ങോട്ട് പോരെ.